ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ CBSE ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ റൂട്ട് കോസികെ പ്ലസ് 1 റൂട്ട്, അതായത് റൂട്ടിനുള്ളിൽ തന്നെയാണ് കോസികെ മൈനസ് 1 ഈക്വൽ ടു CK പ്ലസ് ടാൻ എ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് LHS. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇവിടെ -1 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം മെത്തേഡ് തന്നെ, ഏത് വന്നു കഴിഞ്ഞാലും അതേ മെത്തേഡിലാണ് ചെയ്യുക. കൊസിക്കെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ സൈൻ്റെ ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെയാണ് 1 + sin a / 1 - sin a, അത് നമ്മൾ ചെയ്ത അതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ +1, കോസികെ +1 ഡിവൈഡ് ബൈ കോസികെ +1 ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം കോസികെ +1 ഇൻറ്റു കോസികെ +1 എന്തായി, കോസികെ +1 ഹോൾ സ്ക്വയർ ആയി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് കോസികെ +1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ a + b ഇൻറ്റു a - b ഫോർമുല എന്നുള്ളത്. എന്റെ പ്ലേസിൽ എന്തുണ്ട്, കോസികെ ഉണ്ട്, ബിയുടെ പ്ലേസിൽ 1 ആണെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റിയ, a² - b². അതായത് ഇവിടെ കോസിക് സ്ക്വയർ a -1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇത് കോസികെ +1 ഹോൾ സ്ക്വയർ ആണുള്ളത്, റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്താവും, അത് കോസികെ +1 ആയി. ഡിനോമിനേറ്റർ ഇവിടെ കോസിക് സ്ക്വയർ a -1, കോസിക് സ്ക്വയർ a മൈനസ് കോഡ് സ്ക്വയർ a ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസിക് സ്ക്വയർ a -1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, കോഡ് സ്ക്വയർ a എന്ന് എഴുതാം അല്ലെ. അപ്പൊ കോഡ് സ്ക്വയർ a എന്ന് എഴുതി കഴിഞ്ഞാൽ അത് റൂട്ടിന് പുറത്ത് വരും. അതായത് ഇവിടെ നമ്മളിത് റൂട്ടിന്റെ ഉള്ളിൽ തന്നെ എഴുതുന്നു, ഇവിടെ സ്ക്വയർ, ഇവിടെ കോഡ് സ്ക്വയർ a എന്ന് എഴുതി. അതായത് കോസിക് സ്ക്വയർ a -1 എന്തായി, കോഡ് സ്ക്വയർ a ആയി. നമ്മുടെ ഐഡന്റിറ്റി ആണ് കോസിക് സ്ക്വയർ a മൈനസ് കോഡ് സ്ക്വയർ a ഈക്വൽ ടു 1. അപ്പൊ അവിടെ കോസിക് സ്ക്വയർ a -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് സ്ക്വയർ a. ഇനി നമുക്ക് അതിനെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കോസിക് a അതിന്റെ സ്ക്വയർ അങ്ങോട്ട് പോകും, ഡിവൈഡ് ബൈ കോട്ട് a എന്ന് വരും. നമുക്ക് എന്താണ് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്, CK പ്ലസ് ടാൻ എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു, ഇതിനെ കോസികെ ബൈ കോട്ടെ പ്ലസ് 1 ബൈ കോട്ടെ എന്ന് എഴുതി. അതിനുശേഷം ഈ കോസികെ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ സൈൻ എ എന്ന് എഴുതാം. അതുപോലെ കോട്ടെ എന്ന് പറയുന്നത് എന്താണ്, കോസെ ബൈ സൈൻ എ ആണ്, കോസെ ബൈ സൈൻ എ. അപ്പൊ ആ രണ്ട് സൈനും അവിടെ ക്യാൻസൽ ആയി പോകും. ഇവിടെ 1 ബൈ കോട്ട് എന്ന് പറയുന്നത് എന്താണ്, ടാൻ എ ആണ്. 1 ബൈ കോട്ട് എന്ന് പറയുന്നത് ടാൻ എ ആയി. അവിടെ സൈൻ, അതായത് കോസിക്കെ എന്ന് പറയുന്നത് 1 ബൈ സൈൻ എ ആയി. കോട്ടെ എന്ന് പറയുന്നത് കോസെ ബൈ സൈൻ എ ആണ്. കോസെ ബൈ സൈൻ എ ആവുമ്പോ അവിടെ എന്തായി, ഇത് 1 ബൈ കോസെ. ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഇതുള്ളത് എന്ന് വെച്ചാൽ 1 ബൈ കോസെ പ്ലസ് ടാൻ എ ആണുള്ളത്. 1 ബൈ കോട്ടെ എന്നുള്ളത് ടാൻ എ, 1 ബൈ കോസെ എന്താണ്, CK പ്ലസ് ടാൻ എ എന്ന് കിട്ടി. അതാണ് RHS, ദാറ്റ് ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതുക. അപ്പൊ അത്രയും ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ടിന് പുറത്തേക്ക് കൊണ്ടുവരിക. ഐഡന്റിറ്റി ഓർമ്മ വരണം. കോസിക് സ്ക്വയർ a മൈനസ് കോഡ് സ്ക്വയർ a 1 ആവുന്നതുകൊണ്ട് കോസിക് സ്ക്വയർ a -1 എന്ന് പറയുന്നത് കോഡ് സ്ക്വയർ a ആണ്. അതിനുശേഷം അത് റൂട്ടിന് പുറത്തേക്ക് എടുത്തു, പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു, എന്നിട്ട് ഷോർട്ട് ആക്കുമ്പോൾ RHS കിട്ടും, CK പ്ലസ് ടാൻ എ എന്നുള്ളത് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √1 + cos θ / 1 - cos θ പ്ലസ് √1 - cos θ ഡിവൈഡ് ബൈ 1 + cos θ. അപ്പോ ഇത് LHS എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് √1 + cos θ ഡിവൈഡ് ബൈ √1 - cos θ പ്ലസ് √1 - cos θ ഡിവൈഡ് ബൈ √1 + cos θ. അപ്പോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ആണുള്ളത്, പ്ലസ് ഉണ്ടാവും. ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയാൽ നമ്മൾ എന്താ ചെയ്യുക, LCM എടുക്കും അല്ലെ. അപ്പൊ ഇവിടെ LCM എന്ന് പറയുന്നത് √1 - cos θ ഇൻറ്റു √1 + cos θ. രണ്ടും നമുക്ക് അതിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ രണ്ടും നമുക്ക് എന്തായിട്ട് വരും, LCM ഇൻറ്റു, അതിന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് ഇൻറ്റു ആയിട്ട് LCM ആയിട്ട് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് √1 + cos θ ഇൻറ്റു രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അവിടെ.
അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ ആണെങ്കിൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി ഇതിന്റെ സ്ക്വയർ നമുക്കറിയാം. റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? റൂട്ട് മാറും അല്ലെ? അതിന്റെ സ്ക്വയർ പോയി 1 പ്ലസ് കോസ് തീറ്റ എന്നായി. ഇവിടെയാണെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ അതിന്റെ റൂട്ട് പോകും. ഡിനോമിനേറ്ററിൽ നമുക്ക് റൂട്ടിനുള്ളിലാണ് 1 മൈനസ് കോസ് തീറ്റയും 1 പ്ലസ് കോസ് തീറ്റയും ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് 1 മൈനസ് കോസ് തീറ്റ ആണുള്ളത്. അപ്പൊ പ്ലസ് കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ആയി. അപ്പൊ 1 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ആയി. ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റയാണ്, ഐഡന്റിറ്റിയാണ്. അപ്പൊ അത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വന്നു. അപ്പൊ ഇത് റൂട്ടിനുള്ളിലാണുള്ളത്. റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 2 ബൈ സൈൻ തീറ്റ എന്ന് വരും. 2 ബൈ സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ എന്താണ്? കൊസിക് തീറ്റയാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊസിക് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പൊ അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. എളുപ്പമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ വരും. ഇതും അതുപോലെ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ വരും. അപ്പൊ അത് അതിന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താവും? റൂട്ട് പോകും. അതിനുശേഷം ഐഡന്റിറ്റി കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് കോസ് എ ബൈ സൈൻ എ മൈനസ് കോസ് എ പ്ലസ് സൈൻ എ മൈനസ് കോസ് എ ബൈ സൈൻ എ പ്ലസ് കോസ് എ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ 2 ബൈ 2 സൈൻ സ്ക്വയർ എ മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് LHS. ഇതില് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിന്റെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ LCM എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ എന്തായാലും ആൻസർ വരും. അപ്പൊ ഇവിടെ നമുക്ക് LCM എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ. രണ്ടും ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായിരിക്കും അതിന്റെ LCM. അപ്പൊ ഇവിടെ സൈൻ എ മൈനസ് കോസ് എ ആണുള്ളത്, ഇവിടെ സൈൻ എ പ്ലസ് കോസ് എ ആണുള്ളത്. അപ്പൊ LCM എന്ന് പറയുന്നത് സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ എ പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സൈൻ എ പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ ആയത് പ്ലസ് ഇതാണെങ്കിൽ സൈൻ എ മൈനസ് കോസ് എ ഹോൾ സ്ക്വയർ ആയി. അപ്പൊ രണ്ട് ഭാഗവും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇതിന്റെ ഡിനോമിനേറ്ററിൽ സൈൻ എ മൈനസ് കോസ് എ ആണുള്ളത്, ഇവിടെ സൈൻ എ പ്ലസ് കോസ് എ വേണം. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇതിനെ ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അത് ഹോൾ സ്ക്വയർ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അവിടെ 2 സൈൻ എ കോസ് എ എന്നുള്ളത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് ഇവിടെയാണെങ്കിൽ സൈൻ സ്ക്വയർ എ മൈനസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് വരും. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെയാണുള്ളത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ. അപ്പൊ അതിനെ അങ്ങനെ എഴുതി. സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ മൈനസ് ബി എ പ്ലസ് ബി. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ന്യൂമറേറ്ററിൽ നോക്കുകയാണെങ്കിൽ 2 സൈൻ എ കോസ് എ മൈനസ് 2 സൈൻ എ കോസ് എ ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ എങ്ങനെയാണുള്ളത്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ ഇവിടെ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ആണ് ഉള്ളത്. ഇവിടെ ഇത് 1 ആണ്. നമുക്കറിയാം ഐഡന്റിറ്റി. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്താണ്? 1. അപ്പൊ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 2 സൈൻ സ്ക്വയർ എ മൈനസ് 1 ആണ് ഉള്ളത്. അപ്പൊ ഈ കോസ് സ്ക്വയർ എനെ നമ്മൾ മാറ്റുന്നു. ഇവിടെ സൈൻ സ്ക്വയർ എ എന്ന് എഴുതി മൈനസ് ഈ കോസ് സ്ക്വയർ എനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് എഴുതാം. ഐഡന്റിറ്റിയാണ്. അപ്പൊ കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുക 1 മൈനസ് സൈൻ സ്ക്വയർ. അവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 2 ബൈ എങ്ങനെ വന്നു? സൈൻ സ്ക്വയർ എ മൈനസ് 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ എ ആയി. അപ്പോ ഇത് 2 ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എ മൈനസ് 1.
that is equal to RHS. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തപ്പോൾ RHS കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sin a minus sin b by cos a plus cos b plus cos a minus cos b by sin a plus sin b. ഇത് സെയിം മെത്തേഡ് തന്നെ. നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? LHS ആണ് എടുക്കുന്നത്. 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ cos a plus cos b into cos sin a plus sin b LCM ആയിട്ട് വന്നു. അതായത് ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് അത് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് LCM എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ sin a മൈനസ് sin b ഉണ്ട്. അതിന്റെ കൂടെ ഇവിടെ എന്ത് വരും? sin a പ്ലസ് sin b വരും. പ്ലസ് ഇവിടെയാണെങ്കിൽ cos a മൈനസ് cos b ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ cos a പ്ലസ് cos b എന്നുള്ളത് വരും. അപ്പോ ഇങ്ങനെയാണ് ഉള്ളത്. ഇതില് ഡിനോമിനേറ്റർ നമ്മളൊന്നും ചെയ്യുന്നില്ല. ന്യൂമറേറ്റർ നോക്കുകയാണെങ്കിൽ sin a മൈനസ് sin b ഇൻറ്റു sin a പ്ലസ് sin b. അത് ഏതുപോലെയായി? നമുക്ക് sin സ്ക്വയർ, അതായത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ വരും. അപ്പൊ sin സ്ക്വയർ a മൈനസ് sin സ്ക്വയർ b എന്ന് വന്നു. പ്ലസ് ഇവിടെയാണെങ്കിൽ cos a മൈനസ് cos b യും cos a പ്ലസ് b യും അത് cos സ്ക്വയർ a മൈനസ് cos സ്ക്വയർ b, a പ്ലസ് b ഇൻറ്റു a മൈനസ് b ആണ്. അപ്പൊ a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി cos a പ്ലസ് cos b ഇൻറ്റു sin a പ്ലസ് sin b. അത് സെയിം അതേ തന്നെ വരുന്നു. കാരണം ഇവിടെ നമുക്ക് 0 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ മുകളിൽ 0 ആയിപ്പോ. sin സ്ക്വയർ a പ്ലസ് ഒരുമിച്ച് എഴുതുക. sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a മൈനസ് ആ മൈനസ് പുറത്തേക്ക് എടുത്തു. sin സ്ക്വയർ b പ്ലസ് cos സ്ക്വയർ b ആയി ബാക്കിയുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഐഡന്റിറ്റി വരുമ്പോൾ അത് 0 ആയി പോകും. ന്യൂമറേറ്റർ 0 ആയാൽ ഫുള്ള് 0 ആവും. അപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. LCM എടുത്തിട്ട് ചെയ്യേ വേണ്ടു. അപ്പൊ ഇവിടെ sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a എന്തായി? 1 ആയി. ഇത് -1 ഡിവൈഡ് ബൈ cos a പ്ലസ് അത് അതേപോലെ തന്നെ cos a പ്ലസ് cos b ഇൻറ്റു sin a പ്ലസ് sin b എന്ന് കൊടുത്തു. 1 മൈനസ് 1 എന്തായി? 0 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 0 ബൈ നമ്പർ 0 തന്നെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടി. ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ sin a ബൈ ck പ്ലസ് tan a മൈനസ് 1 പ്ലസ് cos a ബൈ cosec പ്ലസ് cot a മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? LHS എടുത്തു. LHSലെ sin a ബൈ ഇവിടെ ck നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ cos a പ്ലസ് sin a ബൈ cos a. tan a എന്ന് പറയുന്നത് sin a ബൈ cos a മൈനസ് 1 പ്ലസ് cos a ബൈ ഈ cosec നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ sin a എന്ന് എഴുതാം. പ്ലസ് cot a എന്നുള്ളത് cos a ബൈ sin a എന്ന് കൊടുക്കാം. മൈനസ് 1. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ -1 വന്നു നമ്മൾ ഈ കോസിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇവിടെ സൈനെയും ക്രോസ് ചെയ്യും. അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെയായി? sin a ഡിവൈഡ് ബൈ 1 പ്ലസ് sin a മൈനസ് cos a ഡിവൈഡ് ബൈ cos a വരും. അതുപോലെ ഇവിടെയാണെങ്കിൽ cos a ബൈ 1 പ്ലസ് cos a മൈനസ് sin a. ആ sin a ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് ഡിവൈഡ് ബൈ sin a. അപ്പൊ ഈ sin a എന്താവും? മുകളിലേക്കാണ് പോവുക. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? sin a cos a ഡിവൈഡ് ബൈ 1 പ്ലസ് sin a മൈനസ് cos a ഇങ്ങനെ എടുത്തു. പ്ലസ് ഈ sin a മുകളിലേക്ക് പോയി. sin a cos a ഡിവൈഡ് ബൈ ഇവിടെ 1 ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ 1 പ്ലസ് cos a മൈനസ് sin a ആണുള്ളത്. ആ മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ ഞാൻ sin a അതായത് മൈനസ് ആണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ sin a മൈനസ് cos a എന്ന് എഴുതാൻ കഴിയും. അതിന് ഇവിടെ നമ്മള് cos a പ്ലസ് cos a മൈനസ് sin a ആണുള്ളത്. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് സൈന് പുറത്തേക്ക് ഇടുന്നു. അപ്പൊ ഇവിടെ sin a മൈനസ് ഓഫ് മൈനസ് ആണ് പ്ലസ് cos a ആവുക. അപ്പൊ ഇതിനെ ഞാൻ ഇതുപോലെ എഴുതി 1 മൈനസ് sin a, അതായത് മൈനസ് ഇവിടെ പ്ലസ് ആയിരുന്നുള്ളത് ഞാൻ മൈനസ് സൈൻ ആണ് പുറത്തേക്ക് എടുത്തത്. അപ്പൊ sin a മൈനസ് cos a ആയി. അപ്പൊ ഇത് നമുക്ക് ഒരു ഐഡന്റിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. 1 പ്ലസ് sin a മൈനസ് cos a, 1 മൈനസ് sin a മൈനസ് cos a. ഇതിനുള്ളിലുള്ള സെയിം. ഇത് a, ഇത് b, ഇത് a, ഇത് b. a പ്ലസ് b, a മൈനസ് b ആ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തത്. അപ്പൊ എന്തായി? a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അപ്പോ അത്
എന്തിനു വേണ്ടി ഇത് നമ്മൾ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയ എന്താ ചെയ്യുക, LCM എടുക്കും. LCM എടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെയായി മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഇവിടെ ഞാൻ സൈൻ എ കോസ് എ എന്നുള്ളത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് എടുക്കുന്നു. ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ മൈനസ് കോസ് എ എന്ന് വന്നു ഡിനോമിനേറ്റർ. ഇതിന് ഒരു ഓർഡർ മാറ്റിയെന്ന് മാത്രം. പിന്നെ അതിന്റെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് അതിന്റെ LCM. അപ്പൊ ഇതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. സൈൻ എ കോസ് എ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ 1 ആണ് ഉണ്ടാവുക. ആ 1 ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇത് ഇങ്ങോട്ടേക്കും ഇതിനെ ഇങ്ങോട്ടേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഈ ഇതും കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് വലുതായി പോകും. അതുകൊണ്ട് സൈൻ എ കോസ് എ എന്നുള്ളത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായി കിട്ടി, 1 മൈനസ് സൈൻ എ മൈനസ് കോസ് എ. അതിലിപ്പോ നമുക്ക് 1 മൈനസ് സൈൻ എ പ്ലസ് കോസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇൻറ്റു അതായത് ഇവിടെ പ്ലസ്. അതുപോലെ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എന്ന് വന്നു. ഡിനോമിനേറ്റർ നമ്മൾ ഇതിന് രണ്ടിനെയും വേണം. അപ്പൊ ഇത് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. ഇതിൽ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഇതിനെ മുകളിൽ കൊണ്ടുപോയി സൈൻ എ കോസ് എ ആക്കി. ഇവിടെയും സൈൻ എ കോസ് എ ആയി. ഇവിടെ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ, ഇതിൽ 1 മൈനസ് സൈൻ എ മൈനസ് കോസ് എ ആണെന്നുള്ളത്. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയ നമ്മൾ എന്താണ് ചെയ്യുക, അതിന്റെ രണ്ടിനെയും മൾട്ടിപ്പിൾ ആണ് നമ്മൾ LCM ആയിട്ട് എടുക്കുക. അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നത് LCM ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യും, ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ രണ്ടിനും സൈൻ എ കോസ് എ ഉള്ളത് കൊണ്ട് അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1 മൈനസ് സൈൻ എ മൈനസ് കോസ് എയും ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ. ഇനി എങ്ങനെ ഇത് ഷോർട്ട് ആക്കാന്നുള്ളത് നോക്കാം. നമുക്ക് 1 ആണ് ആൻസർ വരേണ്ടത്. അപ്പോ ഇവിടെ 1 ആണ് കിട്ടേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ എ കോസ് എ അവിടെ പുറത്തുണ്ട്. 1 മൈനസ് സൈൻ എ പ്ലസ് കോസ് എ പ്ലസ് 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്തായി, പ്ലസ് കോസ് എ മൈനസ് കോസ് എ ക്യാൻസൽ ആയി. ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോയി. 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണുള്ളത്. അപ്പൊ അവിടെ നമുക്ക് 2 സൈൻ എ കോസ് എ എന്ന് കിട്ടി. ഡിനോമിനേറ്റർ ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം, 1 സ്ക്വയർ മൈനസ്, അതായത് എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് സൈൻ എ മൈനസ് കോസ് എ ആണ്. സൈൻ എ മൈനസ് കോസ് എ ആണ്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സൈൻ എ മൈനസ് കോസ് എ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ന്യൂമറേറ്റർ നമ്മളിപ്പോ ഇതെല്ലാം ക്യാൻസൽ ആയി എത്രയാ ബാക്കിയുള്ള 1 പ്ലസ് 1 2. അപ്പൊ നമുക്ക് അവിടെ 2 സൈൻ എ കോസ് എ ആണ് ഉള്ളത്. ഡിവൈഡ് ബൈ ഇവിടെ ആണെങ്കിൽ 1 ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ മാറ്റുന്നു. സൈൻ സ്ക്വയർ എ മൈനസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് വരും ഇവിടെ. അപ്പോ ഇനി ഇതിനെ എന്ത് ചെയ്യാ, 2 സൈൻ എ കോസ് എ ഡിവൈഡ് ബൈ 1 മൈനസ് ഇവിടെ സൈൻ എ പ്ലസ് കോസ് എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ എ കോസ് എന്നായി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മുടെ ആൻസർ ആയി. അതായത് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈൻ എ കോസ് എ ഡിവൈഡ് ബൈ 1 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 2 സൈൻ എ കോസ് എന്നായി. അപ്പോ ഇവിടെ 1 മൈനസ് 1 ക്യാൻസൽ ആയിട്ട് 2 സൈൻ എ കോസ് എ ഡിവൈഡ് ബൈ 2 സൈൻ എ കോസ് എന്ന് വരും. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് 1 എന്ന് കിട്ടും. സൈൻ എ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇതില് നമ്മൾ ഇങ്ങനെ ഇതാക്കി ചെയ്താൽ മതി. അതായത് 1 മൈനസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് 1 പ്ലസ് 2 സൈൻ എ കോസ് എ വന്നു. 1 മൈനസ് 1 എന്നുള്ളത് ക്യാൻസൽ ആയി പോയി. അപ്പൊ 2 സൈൻ എ ബൈ 2 സൈൻ എ കോസ് എന്ന് പറഞ്ഞാൽ രണ്ടും ക്യാൻസൽ ആവുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.